ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പറഞ്ഞതല്ലേ റസാക്കെ, എനിക്ക് പണവും മറ്റു കാര്യങ്ങളും ഒന്നും വിഷയമല്ലെന്ന്. എന്റെ ആവശ്യം വിഷ്ണുവേട്ടനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു. അതാ നിങ്ങൾ എന്റെ കൂടെ നിന്ന് തകർത്തത്. മാഡം, എനിക്കൊന്നും കേക്കണ്ട. അവര് ചോദിച്ച പണം കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. റസാക്കാണ് അവര് പറഞ്ഞതിനേക്കാൾ കുറവ് പണം കൊടുക്കാൻ പറഞ്ഞത്. അത് ഞാൻ അനുസരിക്കുകയും ചെയ്തല്ലോ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം റസാക്കും അനുസരിക്കണമായിരുന്നു. എനിക്ക് പോലീസിന്റെ സഹായമില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അത് നിങ്ങൾ പാലിച്ചില്ല. അതുകൊണ്ട് എന്താ അവര് വിഷ്ണുവേട്ടനെ വിട്ടു തന്നില്ല. മാഡം, അവരെന്താ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്? ഇനിയുള്ള മാഡത്തിന്റെ നീക്കം എന്താ? വിഷ്ണുവേട്ടനെ എനിക്ക് രക്ഷിക്കണം. അതിന് അവരുടെ ചില ഡിമാൻഡുകൾ ഞാൻ അംഗീകരിച്ചിരിക്കുക. പക്ഷേ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അവർക്ക് പണം മുഴുവനായി നൽകി അവരെ പോലുള്ള ക്രിമിനൽസിന്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തന്നെ മാഡം തീരുമാനിച്ചു അല്ലേ? ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ജയിക്കാൻ നോക്കിയിട്ട് എന്തായി റസാക്കെ? കാര്യങ്ങളൊന്നും നടന്നുമില്ല, പരാജയപ്പെട്ട് നിൽക്കേണ്ടിയും വന്നു. ഇനി എനിക്കൊരു പരീക്ഷണത്തിന് നിൽക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്കിനി നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. മാഡം, റസാഖ്, ദയവ് ചെയ്ത് നിങ്ങൾ ആരും എന്റെ പിന്നാലെ വരരുത്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ഞാനിപ്പോ മുൻകൈയെടുക്കുന്നത് എന്റെ വിഷ്ണുവേട്ടന്റെ രക്ഷ മാത്രമാണ്. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. പിന്നെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. നിർമ്മലേ, എന്താ വിളിച്ചായിരുന്നോ? കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. വല്ലാത്തൊരു ദാഹം. അതിന് ഇന്നലെ എന്താ കഴിച്ചത്? ഗോതമ്പിന്റെ ചപ്പാത്തി ഒന്നും കഴിച്ചില്ലല്ലോ. വെള്ളം ദാഹം വരാൻ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടോ? അതങ്ങനെ വരുന്നതല്ലേ. അതെ, ഈ ശിവനെ ഇങ്ങനെ വിട്ടാൽ എങ്ങനെയാ? ഇന്നലെ പോയ ചെക്കൻ ഇതുവരെ വന്നിട്ടില്ല. ഇവൻ ഇത് എവിടെ കറങ്ങി നടക്കുക? എന്റെ നിയന്ത്രണത്തിൽ കഴിഞ്ഞിരുന്ന കാലമൊക്കെ പോയില്ലേ? അവൻ അവന്റെ വഴി സ്വയം തീരുമാനിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറെ ആയി. അങ്ങനെ പറഞ്ഞു ഒഴിവാക്കി മാറ്റി നിർത്താനാവില്ലല്ലോ. മകനായി പോയില്ലേ? എടി, മക്കള് തന്നോളം ആയാൽ താനെന്ന് വിളിക്കണമെന്നാ. നമ്മൾ അങ്ങനെ കണ്ടില്ലെങ്കിൽ ജനിപ്പിച്ച തന്തയെ താനെന്ന് വിളിക്കുന്ന മക്കളാ നമുക്ക് ചുറ്റുമുള്ളത്. അതറിഞ്ഞുകൊണ്ട് ഇടപെടുമ്പോ സൂക്ഷിച്ച് ഇടപെടണം.